പുണർദം നക്ഷത്രം. പുണർദം നക്ഷത്രക്കാർക്ക് പൊതുവെ ഒന്ന് വീണാലും എഴുന്നേൽക്കാനുള്ള ശക്തി വളരെ കൂടുതലാണ്. ഒരുപാട് തകർച്ചകൾ നിങ്ങൾ എന്തായാലും ജീവിതത്തിൽ കാണുകയും ചെയ്യും. വീണ്ടും അത് ഒന്നെന്ന് നിങ്ങൾ തുടങ്ങുകയും ചെയ്യും. അത് അധികം ആർക്കും ഇല്ലാത്ത ഒരു സ്വഭാവമാണ്. അത് നല്ലതാണ്. നിങ്ങൾ മാനസികമായിട്ട് ഇമോഷണലി ഭയങ്കര ഡെപ്ത് ഉള്ളവരായിരിക്കും. ഉള്ളിൽ സോഫ്റ്റ് ഹാർട്ടാണ്, പുറത്തേക്ക് സ്ട്രോങ് മൈൻഡ് സെറ്റാണ് നിങ്ങൾക്ക് എപ്പോഴും. സ്നേഹം കിട്ടിയാൽ മുഴുവനായിട്ട് നിങ്ങൾ തിരിച്ചു കൊടുക്കും. പക്ഷെ വഞ്ചിച്ചാലുണ്ടല്ലോ, നിങ്ങൾ നിശബ്ദമായിട്ട് വിട്ടു നിൽക്കും. അവിടുന്ന് നിങ്ങൾ സ്ഥലം കാലിയാക്കും. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നിടത്ത് നിന്നാണ് പുണർദം വീണ്ടും ഉയരാറുള്ളത്. നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇമോഷണൽ ഹീലിംഗ് പവർ സ്വമേധയെ നിങ്ങൾക്കുണ്ട്. ഇൻ്റലിജൻസുമാണ്, എല്ലാം അഡാപ്റ്റ് ചെയ്യാനുള്ള കഴിവുമുണ്ട്. ഒരു ഫോർഗീവിങ് നേച്ചറാണ് നിങ്ങൾ. എല്ലാം പോട്ടെ സാരമില്ല എന്നൊരു മട്ട് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. പക്ഷെ അത് ഒരിക്കലും മാത്രമേ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ കേട്ടോ, എപ്പോഴും ഒന്നും ഉണ്ടാവില്ല. നിങ്ങളുടെ വീക്ക്നെസ് എന്താ വെച്ചാൽ നിങ്ങൾ എല്ലാവർക്കും കൊടുത്ത് ശീലമുള്ളവരാണ്. അങ്ങനെ ഓവറായിട്ട് എല്ലാവർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല. സഹായം ചോദിക്കുന്നവർക്ക് മാത്രം സഹായിക്കുന്നതായിരിക്കും നല്ലത്. പോരാത്തതിന് റോങ് പീപ്പിളിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുകയും ചെയ്യും. അത് നിങ്ങളുടെ വീക്ക്നെസ് ആണ്. അതുകൊണ്ട് പറ്റിച്ചു പോകാനും സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവാൻ നല്ല ഡിലേ ഉണ്ടാവാറുണ്ട്. ലേറ്റ് ബ്ലൂമറാണ്. നിങ്ങൾ മെല്ലെ സക്സസ് ആവുള്ളൂ, പക്ഷെ അത് സ്റ്റഡി ആയിരിക്കും. ഈ കഴിഞ്ഞ 2025 കുറച്ച് ഇമോഷണലും ആയിരുന്നു. കരിയറിൽ കുറച്ച് ഷെയ്ക്കൊക്കെ ഉണ്ടായ ഒരു വർഷമായിരുന്നു. റിലേഷൻഷിപ്പിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഒരാളിൽ നിന്ന് ഡിസ്റ്റൻസ് ഉണ്ടായിട്ടുണ്ടാവും. പോരാത്തിന് സെപ്പറേറ്റും ചിലപ്പോൾ ആയിട്ടുണ്ടാവും. കരിയറിൽ പ്രഷർ ഉണ്ടായിരുന്നു. റോൾ ചേഞ്ചസ് ഉണ്ടായിരുന്നു. ഒരു സ്ഥിരത ഇല്ലാണ്ടായിരുന്നു. അതായത് അൺസർട്ടനിറ്റി എന്തായാലും നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ തെറ്റിയ വഴിയിലാണോ എന്നൊരു ഡൗട്ടൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിലുണ്ടായിരുന്നു. പണം വരും പോകും, അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. പണം വരികയും ചെയ്തു, അതേപോലെ തന്നെ പോവുകയും ചെയ്തു. 2025 അവസാനത്തോടെ നിങ്ങൾ ഒരു കാര്യം റിയലൈസ് ചെയ്തിട്ടുണ്ടാവും, ഇനി ഞാൻ എൻ്റെ എനർജി വേസ്റ്റ് ചെയ്യില്ല എന്നൊരു തീരുമാനം നിങ്ങൾ 2025 അവസാനം എടുത്തിട്ടുണ്ടാവും. 2026 പുണർദം നക്ഷത്രക്കാർക്ക് ഒരു റീബിൽഡിങ് പ്ലസ് റിവാർഡ് ഇയർ തന്നെയാണ്. അതായത് സ്ലോ സ്റ്റാർട്ടായിരിക്കും. 2026 തുടങ്ങുമ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ 2025 ഉള്ള പോലെ തന്നെ പഴയ പോലെ തന്നെ പോവുള്ളൂ. പക്ഷെ സ്ലോ ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവുള്ളൂ. പക്ഷെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ഫിനിഷും ചെയ്യും. ജനുവരി മാസത്തിൽ അതിൻ്റെ ഒരു മെൻ്റൽ ക്ലാരിറ്റി എന്തായാലും നിങ്ങൾക്കുണ്ടാവും. പഴയ സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ജനുവരി മാസത്തിൽ വിട്ടുപോകും. കരിയറിൽ ഡയറക്ഷൻ എന്തായാലും ക്ലിയർ ആവുകയും ചെയ്യും. ലവ് ലൈഫിൽ സൈലൻ്റ് പേസാണ്. പൊതുവെ കാം മൂഡാണ്. എല്ലാം വാച്ച് ചെയ്യുക. എടുത്തു ചാടി ഒന്നും ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ഫെബ്രുവരി മാസത്തിൽ പുതിയൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് നല്ല രീതിയിൽ വരും. പ്രപ്പോസൽ നല്ല വരും. പ്രണയത്തിലും വരും, കരിയറിലും നിങ്ങൾക്ക് വരും. ഓൾഡ് കോണ്ടാക്റ്റ് വീണ്ടും വരാൻ സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ വന്നാലും ഒരു ബൗണ്ടറി വെച്ച് നിർത്തുകയായിരിക്കും നല്ലത്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ഒരു രൂപ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഒരു ചെറിയ ഹോപ്പൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. ഒരു ഫെബ്രുവരി അവസാനമാകുമ്പോൾ ഒരു ചെറിയ ഹോപ്പൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. മാർച്ച് മാസത്തിൽ ഒരു ഡിസിഷൻ മന്ത് തന്നെയായിരിക്കും. ഒരു സ്ട്രോങ് ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കേണ്ടി വരും. ജോബ് ചേഞ്ച് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കോഴ്സ് അടക്കം ചേഞ്ച് ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. റിലേഷൻഷിപ്പ് ടോക്ക് കുറച്ച് സീരിയസ് ആകും. അതുകൊണ്ട് കൺഫ്യൂഷൻ ആയിരിക്കും ഞാൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്നത്. ഏപ്രിൽ മാസത്തിൽ കുറച്ച് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്തായാലും ഇമ്പ്രൂവ് ആവും. ഫാമിലിയുടെ സപ്പോർട്ടൊക്കെ എന്തായാലും കിട്ടും. കോൺഫിഡൻസ് നല്ല രീതിയിൽ എന്തായാലും ബൂസ്റ്റ് ആവും. കുറച്ച് റിലീഫായിരിക്കും. കാര്യങ്ങൾ കുറച്ച് റിലാക്സ് ആയിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ തോന്നും. നിങ്ങൾ കുറച്ച് കാമായിരിക്കും. മെയ് മാസത്തിൽ പ്രണയത്തിലൊരു ടേണിംഗ് പോയിന്റ് തന്നെയാണ്. സിംഗിൾ ആണെങ്കിൽ പുതിയൊരു അട്രാക്ഷൻ നിങ്ങൾക്കുണ്ടാവും. അത് മുന്നോട്ട് പോകാൻ കുറച്ച് കാലതാമസം വരും. ആ അട്രാക്ഷനൊക്കെ ഉണ്ടാവും. അത് അട്രാക്ഷൻ തോന്നിയ ആരാച്ച ആദ്യം തന്നെ ഒരു മയത്തിൽ അവതരിപ്പിക്കുന്നതായിരിക്കും കുറച്ച് നല്ലത്. കമ്മിറ്റഡ് ആണെങ്കിൽ കുറച്ച് ക്ലാരിറ്റി എന്തായാലും വരും. ഇമോഷണലി നിങ്ങൾ നല്ല ഹാപ്പി ആയിരിക്കും എന്തായാലും മെയ് മാസത്തിൽ. ജൂൺ മാസത്തിൽ കരിയറിലൊരു റെക്കഗ്നിഷൻ ഉണ്ടാവും. ബോസിൻ്റെയും അതോറിറ്റീൻ്റെ സപ്പോർട്ടൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കിട്ടും. ബിസിനസ്സുകാർക്ക് ഒരു ലാഭം കിട്ടാൻ തുടങ്ങണ ഒരു മാസമാണ്. അതുവരെ കാര്യമായിട്ട് ലാഭം നഷ്ടമൊന്നും ഉണ്ടാവില്ല. ആ ഒരു 10-10 ഇങ്ങനെ പോവും. കുറച്ച് ഉയർന്നു എന്നൊരു തോന്നലാണ് നിങ്ങൾക്ക് ആ മാസം ഉണ്ടാവുക. ജൂലൈ മാസത്തിൽ വർക്ക് നല്ല രീതിയിൽ കൂടും. അതുകൊണ്ട് ആരോഗ്യത്തിൽ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഹെൽത്തിൽ കുറച്ച് അറ്റൻഷൻ കൊടുക്കുന്നത് നന്നായിരിക്കും.
സ്ലീപ്പ് ഇഷ്യൂ നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് ഉറങ്ങാൻ പരമാവധി ശ്രമിക്കുക. ഇമോഷണൽ സെൻസിറ്റിവിറ്റി ഹൈ ആവും, അതായത് നല്ല രീതിയിൽ ചിലപ്പോൾ ദേഷ്യം വരും. കാണുന്ന എല്ലാത്തിനോടും നിങ്ങൾക്ക് ചിലപ്പോൾ ദേഷ്യം വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് റെസ്റ്റ് നല്ല രീതിയിൽ എന്തായാലും ജൂലൈ മാസത്തിൽ വേണം. ഓഗസ്റ്റ് മാസത്തിൽ മണി നല്ല രീതിയിൽ തന്നെ ഒഴുകും. അതുപോലെ തന്നെ പെൻഡിങ് ആയിട്ടുള്ള ഡ്യൂസ് എല്ലാം നല്ല ക്ലിയർ ആവും. കോൺഫിഡൻസ് നല്ല രീതിയിൽ തന്നെ തിരിച്ചു വരും. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ആത്മവിശ്വാസം വരും. നിങ്ങൾ സെക്യൂർഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും. സെപ്റ്റംബർ മാസത്തിൽ റിലേഷൻഷിപ്പിൽ നല്ലൊരു സ്ട്രോങ് ബോണ്ടിങ് എന്തായാലും ഉണ്ടാവും. അത് വേറെ പല കാര്യത്തിലേക്കും പോയി എന്ന് വരും. അതുകൊണ്ട് സുരക്ഷിതമായിട്ടുള്ള ഒരു ഒറയൊക്കെ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. കല്യാണത്തിലേക്കുള്ള സംസാരത്തിലേക്ക് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. നല്ല വിദേശ യാത്രയൊക്കെ ഉണ്ടാവാൻ സാധ്യതയും വളരെ കൂടുതലാണ്. ഒക്ടോബർ മാസത്തിൽ ഒരു വലിയ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. അത് ഏറ്റെടുത്തില്ലെങ്കിൽ പല പ്രശ്നങ്ങളും എന്തായാലും നിങ്ങൾക്കുണ്ടാവും. കരിയറിൽ ഗ്രോത്ത് എന്തായാലും കാണുന്നുണ്ട്. ഈഗോ ക്ലാഷസ് അവോയ്ഡ് ചെയ്യണം. ഞാനാ വലുത് നീയാ വലുത് എന്നുള്ള രീതിയിൽ അതൊന്നും വേണ്ട. വിട്ടുകൊടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. പക്ഷെ ഒരുപാട് താഴ്ന്നു കൊടുക്കാൻ പാടില്ല. സെൽഫ് റെസ്പെക്റ്റ് എന്ന സാധനം നിങ്ങൾ ഒരിക്കലും വിട്ടുകൊടുക്കാനും പാടില്ല. പവർഫുള്ളുമാണ്, ക്ലിയർഫുള്ളുമാണ് ആ മാസത്തിൽ. നിങ്ങളുടെ ഭാഗത്ത് തന്നെയായിരിക്കും എപ്പോഴും ശരി ഉണ്ടാവുക. പക്ഷെ ചിലപ്പോൾ മറ്റുള്ളവരെ അംഗീകരിച്ചു എന്ന് വരില്ല. നവംബർ മാസത്തിൽ തൻ്റെ വിഷ് എന്തായാലും ഫുൾഫിൽ ആവും. ലോങ് ടേം പ്ലാൻ എന്തായാലും സക്സസ് ആവും. ഇമോഷണലി നല്ല സാറ്റിസ്ഫൈഡ് ആവും. ഫുൾഫില്ലഡും ആയിരിക്കും. ഡിസംബർ മാസത്തിൽ ഒരു സെലിബ്രേഷൻ മോഡൊക്കെയാണ് നിങ്ങൾക്ക് കാണുന്നത്. 2026 എൻ്റെ ജേണി എങ്ങനെയായിരുന്നു നിങ്ങൾ വെറുതെ ഒന്ന് മൊത്തത്തിലൊന്ന് ആലോചിക്കും. അതിൽ ചെറിയൊരു അഭിമാനം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. എന്നാലും അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പ്രകൃതിയോട് സ്വാഭാവികമായിട്ടും നന്ദി പറയും. 2026 പ്രണയവും റിലേഷൻഷിപ്പും ഒന്നും കൂടി ഒന്ന് സമ്മറി നോക്കുകയാണെങ്കിൽ പാസ്റ്റ് ഹാർട്ട് ബ്രേക്ക് എന്തായാലും ഒന്ന് ഹീൽ ചെയ്യും. കാർമിക് റിലേഷൻഷിപ്പ് നല്ല സ്ട്രോങ് ആവും. ആഗസ്റ്റ് 2026 ശേഷവും ഫെബ്രുവരി 2027 നിങ്ങൾക്ക് കല്യാണം നടക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇമോഷണലി മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. എല്ലാവർക്കും എല്ലാം നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ജാനുവരി മുതൽ മാർച്ച് മാസം വരെ ഫിനാൻഷ്യലി കുറച്ച് ടൈറ്റ് തന്നെയായിരിക്കും. അതിന് ശേഷം കുറച്ച് സ്റ്റേബിൾ ആയിരിക്കും. ഓഗസ്റ്റിനും ഡിസംബറിനും ഇടയിൽ ഫിനാൻഷ്യലി ഗ്രോത്ത് എന്തായാലും നിങ്ങൾക്കുണ്ടാവും. ഒരു കാരണവശാലും നിങ്ങൾ ലോൺ എടുക്കരുത്, കടവും വാങ്ങിക്കരുത്. പ്രത്യേകിച്ച് ജൂലൈയിൽ നിങ്ങൾ ലോണേ എടുക്കാൻ പാടില്ല. ആരോഗ്യപരമായിട്ട് സ്ട്രെസ് റിലേറ്റഡ് ഇഷ്യൂസ്, സ്ലീപ്പ് ആൻഡ് ഡൈജഷൻ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുള്ളൂ. യോഗ മെഡിറ്റേഷനോ രാവിലെ ശീലമാക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമൊന്നും എന്തായാലും ഉണ്ടാവുകയില്ല.